നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഹാൻസി ഫ്ലിക്ക് ബാഴ്സ വിടുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു. ഈ വാർത്തയാണ് ഇപ്പോൾ ബാഴ്സ ആരാധകർക്കിടയിൽ ഒരു ആശങ്കയായിട്ട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് എന്താണ്, അതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഈ വാർത്ത യഥാർത്ഥത്തിൽ പുറത്തുവിട്ടിരിക്കുന്നത് ABC എന്ന് പറയുന്ന ഒരു മാധ്യമമാണ്. അത് യഥാർത്ഥത്തിൽ മാഡ്രിഡ് ബേസ്ഡ് മാധ്യമമാണ്. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ഹാൻസി ഫ്ലിക്കിൻ്റെ കോൺട്രാക്റ്റ് 1 ഇയറിലേക്കാണ് പുതുക്കിയത്. അദ്ദേഹം അങ്ങനെയാണ് നിൽക്കാൻ താല്പര്യപ്പെടുന്നുള്ളൂ. അദ്ദേഹം പറയുന്നത് അത് അങ്ങനെയാണ്. 1 വർഷം, പിന്നെ 1 വർഷം, അങ്ങനെ തനിക്കെന്ത് ഫീൽ ചെയ്യുന്നുവോ അതനുസരിച്ച് മുന്നോട്ട് പോകാൻ മാത്രമാണ് ഹാൻസി ഫ്ലിക്ക് ആഗ്രഹിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ, അതായത് കഴിഞ്ഞ മാസമല്ല, അതിന് മുമ്പത്തെ മാസം മുതൽ അദ്ദേഹം ആലോചിക്കുന്നതാണ് ഈ സീസൺ അവസാനത്തോടു കൂടി ബാഴ്സ വിടണമെന്നുള്ളത്. ഇതാണ് ABC ന്യൂസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് അദ്ദേഹം തൻ്റെ സ്റ്റാഫിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം ടു ടയേർഡാണ്. ഫ്ലിക്ക് ഈസ് ടു ടയേർഡ് ടു കണ്ടിന്യൂ അറ്റ് ബാഴ്സലോണ. ബാഴ്സയിൽ തുടരുന്നതിൽ അദ്ദേഹം ടു ടയേർഡാണ്. അതുകൊണ്ട് തന്നെ പ്ലാൻസ് ടു ലീവ് അറ്റ് ദി എൻഡ് ഓഫ് ദി സീസൺ എന്ന് അദ്ദേഹം തൻ്റെ സ്റ്റാഫിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത്. അതെന്തായാലും കണ്ടറിയണം. ഈ സീസൺ ഇനിയും ദിനങ്ങളും മാസങ്ങളുമൊക്കെ ബാക്കിയുള്ളതുകൊണ്ട് മികച്ചൊരു പെർഫോമൻസ് നടത്തിയാൽ ഹാൻസി ഫ്ലിക്ക് അവിടെ തുടരുന്നതിനെക്കുറിച്ച് ചിന്തിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. അപ്പോൾ ഇതിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇത് ABC ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. മാഡ്രിഡ് ബേസ്ഡ് സോഴ്സാണത്. ഇതുവരെ കാറ്റലൻ മാധ്യമങ്ങൾ ഇത് കൺഫേം ചെയ്തിട്ടില്ല. കാറ്റലൻ മാധ്യമങ്ങൾ കൺഫേം ചെയ്യുകയാണെങ്കിലാണ് നമുക്കതിൽ ഒരു ഉറപ്പ് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരാധകർക്കിടയിൽ ഇങ്ങനെ ഒരു വാർത്ത സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും വലിയ ആശങ്കയ്ക്ക് വകയില്ല. ഹാൻസി ഫ്ലിക്ക് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, ഈ സീസൺ കഴിയട്ടെ എന്നിട്ട് അടുത്ത സീസണിനെ പറ്റി ആലോചിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്ര കണ്ടാൽ മതി. സീസൺ അവസാനത്തോടു കൂടി മാത്രമേ ഇതിലേക്ക് ഒരു വ്യക്തത നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.